ഉമറേ ഉമറേ ഉമറേ, നിന്റെ ദുആയിൽ എന്നെ നീ വിട്ട് കളയല്ല ഉമറേ. ഇതാരാണ് മക്കളെ പറഞ്ഞത്? ഇതാരാണ് പറഞ്ഞത്? മൗവൽ പള്ളിയിലെ ഖതീബാണോ? കാസർഗോഡ് ജില്ലയുടെ ഏതെങ്കിലും പള്ളിയിലെ ഖതീബാണോ? ഖാലിമാരാണോ? ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏതെങ്കിലും വലിയ രാജാവാണോ? അല്ല. ഒരു ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി വാണരുളിയ, ആകാശഭൂമികളും സാഗരങ്ങളും പർവ്വതങ്ങളും മാമലകളും പടയ്ക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുത്തുമദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, നമ്മുടെ കൽബിന്റെ തുടിപ്പേ, വികാരമേ, വിചാരമേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ. തന്റെ സഹാബിയായ ഉമർ തങ്ങളോട് പറയുന്നില്ല, തൻസാന യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദര. വിളിക്കുന്ന വിളി എങ്ങനാണ്? എന്റെ പൊന്നു സഹോദര, മറക്കല്ലേ ഫീ ദുആയിക്ക് മിൻ ദുആയിക്ക്, നിങ്ങളുടെ ദുആയില് നിങ്ങൾ എന്നെ മറന്നു പോകല്ല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാ ഒരു വാക്കാ. എന്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എന്റെ മുട്ടിന്റെ തലയെടുക്കാൻ വേണ്ടി പോയതാണ്, അവസാനം എന്റെ ഹബീബിന്റെ സഹാബിയായി ഞാൻ മാറി. അതല്ലാഹു എനിക്ക് തന്ന വലിയ സൗഭാഗ്യമാണല്ലോ. സ്വർഗത്തിന്റെ പാസ് കൊടുത്തപ്പോ രണ്ടാമനായി എണ്ണിയത് എന്നെയാണ്. എനിക്കത് വലിയ സന്തോഷമാണല്ലോ, അതെനിക്ക് വലിയ സന്തോഷമാണല്ലോ. ഈ ഉമറിന് കിട്ടാത്ത ഭാഗ്യം എന്താ? 10 15 ആയത്തുകൾ എന്റെ മനസ്സിന്റെ മോഹം പോലെ ആകാശത്തിന്റെ അധിപനായ അള്ള ഇറക്കി തന്നു. ഇതൊക്കെ റബ്ബെനിക്ക് തന്ന സന്തോഷമാണ്. പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതെന്നറിയോ? എന്റെ റസൂൽ എന്നോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ, ഉംറ ചെയ്യുമ്പോ എനിക്ക് ദുആ മറക്കല്ലേ ഉമറേ. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. അതിൽ നമ്മളത് ചെയ്യൂല സഹോദരങ്ങളെ. ഞാൻ എഴുതിത്തരാം. എത്ര രൂപയുടെ പത്രമാണോന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൽ ഞാൻ എഴുതിത്തരാം. നമ്മളാരും ഈ അവസരം കിട്ടിയ ഉപയോഗിക്കൂല. ഉപയോഗിക്കുമോ? ചിന്തിച്ചു നോക്ക്. നബിതങ്ങൾ ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നീ നിന്റെ ദുആയിൽ എന്നെ മറക്കരുത്, എന്നെ മറക്കരുത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമതാ. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് ജില്ലയിലെ മുവ്വലുകാരോട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യുവോ? നിങ്ങൾ ചെയ്യുവോ? ഇല്ല. ചരിത്രം സാക്ഷി. എന്താണെന്നറിയോ? നമ്മളോട് റസൂലുള്ളാഹിന് വേണ്ടി ദുആരക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതേത് ദുആയാ? മൂവൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ മുഅദ്ദിന് പറയുന്നത് പോലെ പറയണേ നിങ്ങൾ. മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. അതിനുശേഷം നിങ്ങൾ ثم سلوا لي الوسيلة والفضيلة. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലത്തെന്ന ഫളീലത്തെന്ന പദവി ചോദിക്കണേ മക്കളെ. ഇതാരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ. ആരോടാ പറഞ്ഞത്? ഉമറിനോടല്ല റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞത് മുവ്വലുകാരോടാണ്. ഇത് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ എന്നോടാണ്. ബാങ്കിന്റെ ദുആയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലയും ഫളീലയും നിങ്ങൾ ചോദിക്കണേ. ആര് ചോദിക്കുന്നുണ്ട്? ബാങ്ക് വിളി കഴിഞ്ഞിട്ട് കൈകൾ രണ്ടും ഉയർത്തിയിട്ട്
اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. ആരാണ് മുവ്വലുകാരാ ദുആരക്കുന്നത് കൃത്യമായി 5 നേരം? ഇത് റസൂലുള്ള നമ്മളോട് ദുആരക്കാൻ പറഞ്ഞതല്ലേ? ഇത് ആർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞതാ? ഹബീബായ നബിക്ക് വേണ്ടിയിട്ട് വസീലയും ഫളീലയും ചോദിക്കാൻ പറഞ്ഞിട്ട് നാളിതുവരെ നമ്മൾ എത്ര പ്രാവശ്യം അത് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്? ഇന്ന് ഇശാക്ക് ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? മഗ്രിബിന്റെ ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? അസറിന്റെ ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? ഒരൊറ്റ വഖത്തിലും നമ്മൾ ചൊല്ലിയിട്ടില്ല. ഒരു ബാങ്ക് കേട്ടപ്പോഴും നമ്മൾ ചൊല്ലിയിട്ടില്ല. ആ നമ്മളോട് ഉംറയ്ക്ക് പോകുമ്പോ റസൂലുള്ളാഹിനെ ദുആരക്കാൻ പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ ഭാഗ്യം നമ്മൾ കൊതിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളോട് നിസ്സാരമായി നിങ്ങളുടെ മണ്ണില്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മഹല്ലത്തില്, നിങ്ങളുടെ മുക്രി പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ എനിക്ക് വേണ്ടി വസീലയും ഫളീലയും ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കാൻ കഴിയാത്ത നമ്മളാണോ പണം മുടക്കിയിട്ട് മക്കത്ത് ചെന്ന് റസൂലുള്ളാഹിന് വേണ്ടി ദുആരക്കുക? ഇല്ല, നമ്മൾ ചെയ്യില്ല. നമുക്കിതിനുള്ള സമയമില്ല. നമുക്ക് അത്രയും വലിയ ലുബ്ധന്മാരാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആമുഖം പറഞ്ഞത്, ലഖദ് ഹജ്ജർത വാസിഅ. ഒരാൾക്ക് കൂടെ നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി കിട്ടും നമ്മുടെ മനസ്സ് കൊതിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചവനെ അവനൂടെ കിട്ടിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ മനസ്സ് കുടുസമാണ്, അള്ളാന്റെ ഖജനാവ് വിശാലമാണ്. ചോദിക്ക, അള്ളാന്റെ ഖജനാവ് വിശാലമല്ലേ? ഇത് നബിയും സഹാബത്തിന്റെയും കഥയാണെങ്കിൽ നിങ്ങൾ ഏത് മദ്ഹബുകാരാ? ഏത് മദ്ഹബുകാരാ? മദ്ഹബ് വല്ലതുകൊണ്ടാ? ഷാഫി മദ്ഹബ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഹനഫി മദ്ഹബുകാരൊക്കെ മോശക്കാരെന്നല്ല ഈ പറയുന്ന. കർണാടകയിൽ ഈ റിസൾട്ട് വന്നതുപോലെയാണ് ഷാഫി ഹനഫി മദ്ഹബ് എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അൽഹംദുലില്ലാ മദ്ഹബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാ. മദ്ഹബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാ. ചില ആളുകൾക്ക് മദ്ഹബ് ഒന്നും വേണ്ട, അവർ ഷാഫി അല്ല ഹനഫി അല്ല ഷനഫി ആയിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, സ്വന്തം മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതീന്നും പിടിക്കും, ഇതീന്നും പിടിക്കും, എവിടെന്നും പിടിക്കും. എന്നിട്ട് മഹാന്മാരായ ഈ പറയപ്പെട്ട മഹാന്മാരായ നമ്മുടെ അയിമ്മത്തുകളെ തെറിയും വിളിക്കും. അത് അങ്ങനെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? എന്നിട്ട് അവർക്ക് നിരത്താൻ ന്യായങ്ങളും ഉണ്ട്. അള്ളാഹു നമുക്ക് മദ്ഹബ് അനുസരിച്ച് നമ്മുടെ മുന്നിൽ മഹാന്മാരായ അയിമ്മത്തുകൾ വരച്ചു കാണിച്ച ആ ഒരു വഴിയെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാം, നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആരോടാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നറിയോ? ആരോടാ? നമുക്കും മടിയാണ് ഇപ്പോഴും. ഭാര്യമാരോട് ദുആരക്കാൻ പറഞ്ഞ എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭാര്യമാരോട് അവളോട് ദുആരക്കാൻ പറയാ. അവളെ കെട്ടിയത് ഞാനല്ലേ, പിന്നെ ഇതിന് അവളോട് ദുആരക്കാൻ പറയുന്നത്? നമ്മുടെയൊക്കെ മനസ്സിന്റെ ചിന്ത. നിങ്ങൾക്കറിയോ, ശാഫിഈ റളിയല്ലാഹു തആല അൻഹു രോഗം വരുമ്പോൾ തന്റെ ഏതെങ്കിലും ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറയും, എനിക്ക് ദുആരക്കാൻ, എനിക്ക് രോഗം കഠിനമാണ്, പോകൂ മോനെ ദുആരക്കാൻ. പറ ആരോടെന്നറിയോ? ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ദുആരക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. മിസ്റിന്റെ മാണിക്യമായ ഈജിപ്തിന്റെ തമ്പുരാട്ടിയായ മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ദുആരക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. ആരാ? മഹാനായ ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ ദുആരക്കുമായിരുന്നു. എങ്ങനെയാ ദുആരക്കുന്നതെന്നറിയോ? രോഗിയായ കഠിനമായ രോഗം പിടിപെട്ട് കിടക്കുന്ന ഷാഫി ഇമാം ശിഷ്യനെ വിളിച്ചിട്ട് പോമോനെ, എന്നിട്ട് അവിടെ ചെന്ന് നഫീസത്തുൽ മിസ്രിയോട് നിൽക്കുന്നു ദുആരക്കാൻ പറ. എന്തേ ഷാഫി ഇമാം ദുആരെന്നാ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുവോ? ഷാഫി ഇമാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായ വ്യക്തിയല്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ അല്ലാഹ് തള്ളിക്കളയുമോ? പക്ഷേ മറ്റൊരാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നത് പുണ്യമായ ഇബാദത്തായതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയോട് ദുആരക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ ചെന്നിട്ട് പറയും,
ഉസ്താദ് ഷാഫി ഇമാമിന് സുഖമില്ലാതെ കിടക്കുകയാ. ആ സമയത്ത് അവര് ദുആരക്കുന്നത് എങ്ങനെയെന്നറിയോ? ചരിത്രത്തിൽ കാണാൻ ഷാഫി ഇമാമിന് വേണ്ടി മഹദിയായ മിസ് നഫീസത്തുൽ മിസ്രിയ ദുആരക്കുന്നത്. റഹിമല്ലാഹു ഷാഫിഇയ്യ, അല്ലാഹു ഷാഫി ഇമാമിനെ കരുണ ചൊരിയട്ടെ. കാന യുഹ്സിനുൽ വുളൂആ, ഷാഫി ഇമാം നന്നായിട്ട് ഒളുവെടുക്കുന്ന ആളാ. ഷാഫി ഇമാം നന്നായിട്ട് ഒളുവെടുക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ വളു എന്ന് പറയുന്ന രീതി നല്ല രീതിയാ. ഇത് പറഞ്ഞിട്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ദുആരക്കുക. ഒരു ദിവസം രോഗം കലശലായി, വല്ലാതെ രോഗം പിടിപെട്ടു. ആ സമയത്ത് ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പോവൂ മക്കളെ, നഫീസത്തുൽ മിസ്രിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് സാധുവിന് ദുആരക്കാൻ പറ. ആളെ വിട്ടു, അവിടെ ചെന്നു. നഫീസത്തുൽ മിസ്രിയോട് ദുആരക്കാൻ പറയുമ്പോ ബീവി നഫീസത്തുൽ മിസ്രി ദുആരന്നതെന്താ? മത്തഅഹുല്ലാഹു ബിന്നളിരി ഇലാ വജ്ഹിഹിൽ കരീം. ഷാഫി ഇമാമിന്റെ പവിത്രമായ മുഖത്തേക്ക് അല്ലാഹു നോക്കട്ടെ. അല്ലാഹു ഷാഫി ഇമാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കട്ടെ എന്ന് ദുആരന്നു. അല്ലാഹ് ഇമാമുന ഷാഫി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ആരാ? പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ശിഷ്യൻ വരികയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നഫീസത്തുൽ മിസ്രിയ ദുആരന്നത് ഇങ്ങനെയാ. അല്ലാഹു നിങ്ങളുടെ പടച്ച തമ്പുരാന്റെ കണ്ണ് നോട്ടം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാ. അതെന്തുകൊണ്ടാണ് എന്നറിയോ? മഹാനായ ഷാഫി ഇമാം പറഞ്ഞു, അറിയാ, എന്റെ മരണം അടുത്തിരിക്കുകയാ, ഇനി എനിക്ക് ജീവിതമില്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൂവലുകാരാ, അല്ലാഹുവിന്റെ ഹബീബ് ദുആരക്കാൻ അറിയിച്ചിട്ടുണ്ട്. സഹാബാക്കൾ ദുആരക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മദ്ഹബിന്റെ അയിമ്മത്തുകൾ ദുആരക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? ആരെ കണ്ടാലും പറഞ്ഞോ ദുആരക്കണേ, ദുആരക്കണേ. ആര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞാലും അതിനെ ഏറ്റവും വലിയ മൂല്യത്തോടെ കാണണേ. നിങ്ങൾക്കറിയോ, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളുടെ പ്രാർത്ഥന വല്ലാതെ സ്വീകരിക്കുന്നത് റസൂലുള്ള വിവരിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സയ്യിദുമാരോട് ദുആരക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ദുആരക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് അനാഥ മക്കളോട് ദുആരക്കാൻ പറയുന്നത്? ചില ആളുകൾ ദുആ ചെയ്താൽ അത് വലിയ അർത്ഥവത്താണ്, വലിയ ഉത്തരം കിട്ടുന്ന കാര്യമാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഇന്നഹു യഖ്ദുമു അലൈക്കും ശഖ്സും മിനൽ യമനി, നിങ്ങളുടെ മുന്നിലേക്ക് യമനിൽ നിന്നൊരാൾ ഇപ്പോ വരാൻ സാധ്യതയുണ്ട്. അങ്ങ് യമനിൽ നിന്നൊരാൾ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ വരും. യുഖാലു ലഹു ഉവൈസുൽ ഖർനി, അദ്ദേഹത്തിന്റെ പേരും റസൂലുള്ള പറഞ്ഞു കൊടുത്തു. മറ്റാരുമല്ല, ഉവൈസുൽ ഖർനിയ. കാന ബർറം ബി ഉമ്മി, അദ്ദേഹം ഉമ്മയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന മോനാ, പൊന്നുമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാ, ഉമ്മയോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന മോനാ. ഫമൻ ലഖിയഹു മിൻകും, നിങ്ങളിൽ ആര് ഉവൈസുൽ ഖർനിയെ കാണുന്നുണ്ടോ, ഫലിയത്ലുബു മിൻഹു വയസ്തഗ്ഫിറ ലാ, ആര് കണ്ടാലും ആ ഉവൈസിനോട് പറയണം, ഉവൈസേ, ഞങ്ങളുടെ പാപം പൊറുക്കാൻ പടച്ചവനോടൊന്ന് ദുആരക്കണേ എന്ന് പറയണേ. അത് എന്തുകൊണ്ടെന്നറിയോ? ഉവൈസുൽ ഖർനി യമൻകാരനായത് കൊണ്ടല്ല, റസൂലുള്ളാഹിന്റെ മദീനത്തിലേക്ക് വന്നതിന്റെ പേരിലല്ല. കാരണം ഈ ക്വാളിറ്റി എല്ലാം ഇവിടെ നിൽക്കുന്ന സഹാബത്തിനുമുണ്ട്. പക്ഷെ ഇവർക്കുള്ള ക്വാളിറ്റിയോടൊപ്പം തന്നെ അല്പം അധികമുള്ള ക്വാളിറ്റി എന്താണ് റസൂലുള്ള പറഞ്ഞത്? കാന ബർറം ബി ഉമ്മി, ഉവൈസുൽ ഖർനി ഉമ്മയ്ക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന മോനാ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന ആളുകളെ കണ്ടാൽ അവരോട് പറയണം, ഞങ്ങൾക്ക് കൊണ്ട് ദുആരക്കണേ. ഇതിനപ്പുറം എന്താ തെളിവിന് വേണ്ടത്? ഉമ്മയും വാപ്പയും ബഹുമാനിക്കുന്ന മക്കളെ കാണുമ്പോ അവരോട് പറയണം, മോനെ ഒന്ന് ദുആരക്കണേ. അത് എത്ര കാളിയാണെങ്കിലും ഉസ്താദാണെങ്കിലും പറയണം, മോനെ ദുആരക്കണേ, എനിക്ക് വേണ്ടി ദുആരക്കണേ എന്ന് ആരോട് പറയണം? വാപ്പായും ഉമ്മായി അനുസരിക്കുന്ന, അവർക്ക് ഗുണം ചെയ്യുന്ന മക്കളെ കാണുമ്പോ ആ മക്കളോട് പറയണം, മോനെ എനിക്കൊന്ന് ദുആരക്കണം. കാരണം എന്താ? അവന്റെ ദുആ അല്ലാഹു തള്ളിക്കളയില്ല. അതുകൊണ്ടാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട്
അള്ളാഹുവിന്റെ റസൂൽ വരുന്ന സഹാബാക്കളോടൊക്കെ ആ ഉവൈസിനെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. യാത്രകളിൽ എത്ര ആളുകളെ കാണും, നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാണുമ്പോൾ ദ്വാരക്കണേ ദ്വാരക്കണേ. പറ്റുമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരാളെ ദ്വാരക്കാൻ പറഞ്ഞ് തിരക്കൊന്നുമില്ലെങ്കിൽ ഒരു ദുആ അപ്പം തന്നെ ചെയ്യണം. എങ്ങനെ? സാറേ സുഖമില്ല, ദ്വാരക്കണം, അള്ളാഹു ശിഫയാക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അയാൾ ആമീൻ പറയും. എത്ര ബറക്കത്താണത്! ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമല്ലേ ഇത്. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോകുന്നു, അവനെ കാണാൻ തിരിഞ്ഞു നിൽക്കില്ല, അവനെ കാണുമ്പോ ഇങ്ങോട്ട് തല തിരിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ്? ഇവൻ മറ്റത്, ഇവനാണ്, അവൻ അവനാണ്. അതുകൊണ്ട് തമ്മിൽ ഇത് അള്ളാന്റെ ഹബീബിന്റെ ചര്യയാണോ? ഇത് റസൂലുള്ളാന്റെ ചര്യയാണോ? ഇത് ആരുടെ സംസ്കാരമാണ്? നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വസിയത്ത് ചെയ്യുമ്പോൾ ഒരു രീതിയുണ്ട്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. മൗവലുകാരെ, ഞാൻ ഇതിന്റെ പേര് പറയാത്തത്, ഞങ്ങളുടെ നാട്ടില് പറയുന്ന പേര് ഇവിടെ പച്ചത്തെറിയ. ഈ സാധനം എനിക്ക് ആ പേര് കിട്ടേയില്ല. ഏത്? ഈ പ്രാണി അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പ്രാണി എന്നാ. പക്ഷെ ഇവിടെ ഒരു പേരുണ്ട്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചീത്തയാ. അതുകൊണ്ട് ഒന്നും പറഞ്ഞുകൂടാ, അല്ലാഹ് അടി ഒരുപാട് കിട്ടും. ഇത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും മിണ്ടാൻ പറ്റാത്ത ലോകമാണിപ്പോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം. എല്ലാവരും അസ്വസ്ഥരാണ്. നിങ്ങളെക്കാലം അസ്വസ്ഥരാണ് ഞാൻ. വായങ്ങാനം തുറക്കുമ്പോൾ ഇതെല്ലാവരുടെ കയറി വാക്കാത്ത കയറി പോയാൽ തീർന്നതോടുകൂടി. നിങ്ങൾക്ക് പിന്നെ ആ ഒരു വിഷമം ഇല്ലല്ലോ, വായും പൂട്ടിയിരിക്കുക. കാരണം സ്വലാത്തും ഇല്ല, ആമീനും ഇല്ല, റളിയല്ലാഹു അൻഹു ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ദ്വാരക്കണം. എന്തിനാ ദ്വാരക്കേണ്ടത്? എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി ദ്വാരക്കണം. തങ്ങൾ ഇപ്പൊ വന്നു. ഇവിടെ ആരൊക്കെ വന്നത്? കടലുണ്ടി തങ്ങൾ. എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്, അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ചെമ്പുലങ്ങാട് ഉസ്താദ്, കടലുണ്ടി തങ്ങള്, കരീം സക്കാഫി, സിംസാറുൽ ഹക്ക് ഹുദവി, ഫാറൂഖ് നഈമി, പേരോട് ഉസ്താദ്, സിദ്ദീഖ് സക്കാഫി. അപ്പൊ ഇങ്ങനെ തുടങ്ങി. ഇതൊക്കെ സന്തോഷം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് അങ്ങനെ വിവേചനമൊന്നും ഇല്ലാതെ എല്ലാവരും ഉണ്ടല്ലോ. കടലുണ്ടി തങ്ങൾ വന്നു. തങ്ങള് വലിയ കാര്യപ്പെട്ട ഒരാളാണല്ലോ. ചെമ്പുലങ്ങാട് ഉസ്താദ് വന്നു. പിരിവിന് സമയമായിട്ടില്ല മോനെ കേട്ടാ. വന്നില്ല? ഇന്ന് വരേണ്ടതാണ്. സുഹൈൽ അടക്കുന്ന അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ജിഫിരി മുത്തുക്കോയ തങ്ങൾ വന്നു. സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ. ആരാണ് അദ്ദേഹം? വന്നു. ആ സമയത്ത് മുമ്പൊക്കെ വിളിക്കാം. ആ സമയത്ത് നമ്മൾ തങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ള ആളാണ്. സമസ്തയുടെ പ്രസിഡന്റാണ്. ഈ സദസ്സിലോട്ട് വരുമ്പോ ഇത്രയും ആളുകൾ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോ ഓരോരുത്തരുടെ വിഷമവും പറയാം. ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ദ്വാരക്കണം. മോന് ഗൾഫിൽ ദ്വാരക്കണം. അതേപോലെ എന്റെ വാപ്പ മരിച്ചു, ദ്വാരക്കണം. ഉമ്മാക്ക് തീരെ സുഖമില്ല, ദ്വാരക്കണം. പിന്നെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, ദ്വാരക്കണം. ഇത്രയും മൂപ്പരുടെ മനസ്സിൽ കയറൂല. നമുക്കിതിനുള്ള സമയം ഇല്ല. ഇത് ഒരാളുടെ കഥ. ഇത്രയും ആളുകൾ അങ്ങനെ വിവരിക്കാൻ നിന്നാൽ എന്താ അവസ്ഥ? അപ്പൊ ഞാനൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. അതും നമുക്ക് സഹാബത്തിന്റെ മാതൃകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടതെന്നറിയോ? ഇത് തന്നെ നമ്മൾ ആരെ കണ്ടാലും പറയേണ്ടത്. എന്താ പറയേണ്ടത്? തങ്ങളെ, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കി. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. പറയാനുള്ളതെല്ലാം ഞാൻ അല്ലാഹുവേ പറഞ്ഞോളാം. അതൊന്ന് സ്വീകരിക്കാൻ നിങ്ങളൊന്ന് പറയും. എത്ര വിശാലമായ അർത്ഥമാണ്. കടലുണ്ടി തങ്ങൾ വന്നു. അദ്ദേഹം കാര്യപ്പെട്ട ഒരാളാണ്. ഈ വിവരം മൊത്തം മൂപ്പർ കേട്ടോണ്ട് നിൽക്കാൻ സമയമുണ്ടോ? മൂപ്പർക്ക് 1000 പണിയില്ലേ?
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് മഹാന്മാരെ കണ്ടാലും അവരെ വിളിച്ചിരുത്തിയിട്ട് വീട്ടിലെ എല്ലാ കുറവുകളും കൂടുതലും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. പകരം എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആരക്കണേ തങ്ങളെ, എന്റെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആരക്ക്. ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുക. അപ്പോഴും തങ്ങളൊരു ദുആ, അല്ലെങ്കിൽ ഉസ്താദ് ഒരു ദുആ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സദസ്സിൽ വലിമൻ ഔസാന ബിദ്ദുആ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടി. ഇത് സഅദ് റളിയല്ലാഹു അൻഹു നമുക്ക് കിട്ടുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ദുആരക്കണം, ഉദുഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആരക്കണം, എന്റെ ദുആ സ്വീകരിക്കപ്പെടുന്ന മുസ്തജാബു ദഅവാകാൻ വേണ്ടി ദുആരക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? അതൊക്കെ ഞാൻ ദുആരക്കാം, പക്ഷേ തിന്നുന്നത് ഹലാലായിരിക്കണം കേട്ടോ. തക്കുൻ മുസ്തജാബു ദഅവ, അത്തിബു മത്അമക തക്കുൻ മുസ്തജാബു ദഅവ. തിന്നുന്നത് നന്നായാൽ, പറ്റിച്ച് തിന്നിട്ട് എന്ത് കിട്ടാനാ? എന്താ ദുആ സ്വീകരിക്കാത്തത്? ഇന്നത്തെ പള്ളികളൊക്കെ വെച്ച ഏത് പൈസക്കാ? ഞാനിത് എനിക്കറിയാം, 10-12 കൊല്ലം കഴിഞ്ഞ മൗവലിൽ പിന്നെ ഞാൻ വന്നത്. എന്നെ ഒരിക്കൽ വിളിച്ച പിന്നെ ഒരു മഹ്ലൂക്കും പിന്നെ ആ വേദിയിൽ വിളിക്കൂല പ്രസംഗത്തിന്. ഞാൻ പറയാണ്, ഈ കേരളത്തിലെ എല്ലാ പള്ളികളുടെ കഥയുമല്ല, 80% പള്ളികളും ആ പള്ളികൾ വെക്കുന്നതിന് എവിടെന്നാണ് പൈസ? എത്രയോ പലിശക്കാരന്റെ പൈസയുണ്ട്. എങ്ങനെ അള്ളാഹു ആ പള്ളിയിലെ ദുആ സ്വീകരിക്കും? ഇമാമിന് ഭക്ഷണം കൊടുക്കുമ്പോ പലിശക്കാരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരുന്നു. ഇമാമ പലിശ വാങ്ങൂല, ഇമാമ പലിശയ്ക്ക് കൊടുക്കൂല, ഇമാം പലിശയ്ക്ക് കൂട്ടുനിൽക്കൂല, പലിശയ്ക്ക് സാക്ഷി നിൽക്കൂല, പലിശ എഴുതൂല, പലിശയ്ക്ക് വേണ്ടിയിട്ട് ആരോടും ഒന്നും വക്കാലത്ത് ചെയ്യൂല. പക്ഷേ അവസാന കാലഘട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞത്, പലിശ തന്നില്ലെങ്കിൽ പലിശയുടെ പുകയെങ്കിലും അടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പുകയാ സഹോദരങ്ങളെ അടുക്ക് പാത്രത്തിൽ റൂമിലേക്ക് വന്നത്. പുക ഏത്? ഭക്ഷണം പലിശക്കാരന്റെ. ആ ഉസ്താദ് പള്ളിക്കകത്തിരുന്ന് ദുആരെന്ന എങ്ങനെ അല്ലാഹു സ്വീകരിക്കും? അത്തിബു മത്അമക തകുൻ മുസ്തജാബു ദഅവ. കഅബാലയം നിങ്ങൾ കണ്ടിട്ടില്ലേ? കഅബാലയം ഈ കാണുന്ന രീതിയിൽ ചതുരത്തിലാണല്ലോ, ചതുരാകൃതിയിലാണല്ലോ കഅബ അല്ലേ? നമ്മളെ ഹിജ്ർ ഇസ്മായിൽ എന്നും പറഞ്ഞ് വളച്ചു കെട്ടിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കഅബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. 10 തവണ കഅബാലയത്തിന്റെ നിർമ്മാണം, പുനർനിർമ്മാണം അടക്കം നടന്നിട്ടുണ്ട്. അല്ല, ആദ്യത്തെ നിർമ്മാണം അടക്കം 10 പ്രാവശ്യം നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലാണ് അവസാനം അത് സ്റ്റോപ്പ് ചെയ്ത്. ഇനി കഅബയെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കഅബയെ തൊട്ടിട്ടില്ല ആരും. അതിനെ വൃത്തിയാക്കും, അതിനെ പരിപാലിക്കുന്നതിനപ്പുറത്ത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറം പൊളിച്ചും ഇടിച്ചും വെട്ടി പിന്നെ ചുരുക്കിയും വലുതാക്കിയും ഒക്കെ വികസനം നടത്തുന്നുണ്ട്. കഅബയെ തൊടൂല. ഇമാം മാലിക് തങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് തൊട്ടുപോകരുത്. മാറി മാറി വരുന്ന രാജാക്കന്മാർക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല കഅബ. ആ കഅബാലയത്തിന്റെ ഹിജ്ർ ഇസ്മായിൽ കഅബാലയത്തിൽപ്പെട്ടതാണ്. അന്ന് ഹലാലായ പൈസ ഇല്ലാത്തത് കൊണ്ട് ഉള്ള പൈസക്ക് കഅബ കെട്ടി പൂർത്തിയാക്കിയിട്ട് പൈസ തികയാത്ത ഭാഗം അങ്ങനെ ഇട്ടു. അതാണ് ഹിജ്ർ ഇസ്മായിൽ. ആരുടെ കാലത്താ? അല്ലാഹ് മാത്രമല്ല, ലോകത്ത് വേറെയും കുറെ തമ്പുരാക്കന്മാരുണ്ടെന്ന് പറഞ്ഞിരുന്ന മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ. മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35 or 25 എനിക്ക് ഓർമ്മ ശരിയല്ല, ഏതായിരുന്നാലും ആ നുബുവത്തിന് മുമ്പ് ആ കാലഘട്ടത്തിൽ പള്ളി കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയപ്പോൾ പൈസ ഹലാലായത് മാത്രമേ പാടുള്ളൂ എന്ന് അവിടത്തെ ബഹുദൈവ വിശ്വാസികൾക്ക് തീരുമാനമുണ്ടായി. ആ തീരുമാനമനുസരിച്ച് കഅബാലയത്തിന്റെ നിർമ്മാണം ഹലാലായ പൈസ മാത്രം കൊണ്ട് നിർമ്മിച്ച് കെട്ടി. ബാക്കി തികയാത്ത സാധനം അങ്ങനെ തന്നെ ഇട്ടു. അതാ ഹിജ്ർ ഇസ്മായില്. ഹിജ്ർ നടന്ന് തവാഫ് ചെയ്യുമ്പോ ഹിജ്ർ ഇസ്മായിലിന്റെ ആ ഭാഗത്ത് കയ്യായി പോയ തവാഫ് ശരിയാവൂല. ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിച്ച കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട്. കാരണം അതിനകത്ത് വലിയ പവിത്രതയുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിൽ അവര് പോലും അങ്ങനെ ചെയ്തുവെങ്കിൽ അവിടെ പോയി നമ്മൾ എല്ലാവരും ദ്വാരക്ക. എന്താ കാരണം? സ്വീകരിക്കപ്പെടും. ഹലാലായ പൈസ എവിടെ ഉള്ളൂ? നമ്മുടെ പള്ളികളുടെ അവസ്ഥയോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് പള്ളികൾ അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ദുആ എന്നിട്ടും അള്ളാഹു ഉത്തരം തരുന്നില്ല. എന്നാ പിന്നെ ഇതൊക്കെ ഉസ്താദ് എങ്ങനെ വിളിച്ചു പറയും? ഞാനല്ലല്ലോ ലൈവ് വെച്ചത്, നിങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഈ കാരണങ്ങൾ കൊണ്ടാ നിരീശ്വരവാദികൾ പെരുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദെ. ലൈവ് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ സ്പഷ്ടമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിരീശ്വരവാദികൾക്ക് അഹ്ലുൽ ഈമാന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങള് ഇത്
ബഹുസ്വര സമൂഹം കേൾക്കുന്നു. സക്കരിയ നബി അലൈഹി സ്വലാമിന് മോനെ കിട്ടി. സക്കരിയ നബി അലൈഹി സ്വലാം വൃദ്ധനായിരുന്നു, എല്ല് നുരുമ്പിച്ചു, മക്കൾ ഉണ്ടാവൂല എന്ന് വിധി എഴുതപ്പെട്ടു. ഭാര്യ ആഖിറത്തായി, മലടിയായി, പ്രസവിക്കാത്ത മച്ചിപ്പെണ്ണ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആരുന്നു, വലം മക്കും ബി ദുആയിക റബ്ബി ഷഖിയ, പടച്ചോനെ നിന്നോട് ദുആരെന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകൂല, എനിക്കറിയാം. ഫഹബിലി, എനിക്കിനി ഒരു മോനത്താ. അള്ളാഹു യഹിയ നബിയെ കൊടുത്തു അലൈഹിസ്സലാം. എന്താ സക്കരിയ നബി ദുആരുന്നത്? റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. മഹാന്മാര് പറഞ്ഞു, സന്താനം ഇല്ലാത്ത ആളുകൾ ഈ ദുആ ചെയ്താൽ മതി, മക്കൾ അല്ലാഹു കൊടുക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ നാളെ ഈ എക്സ് എന്നും പറഞ്ഞ് തലതിരിഞ്ഞു പോയ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, യവനൊക്കെ ചാനലിൽ വന്നിട്ട് പറയും, എന്നാ പിന്നെ ഭാര്യ എടുത്ത് കിടക്കാൻ വേണ്ട, കല്യാണവും കഴിക്കണ്ടല്ലോ, ഈ ദുആ ചൊല്ലി അങ്ങ് നടന്നാൽ പോരെ, മക്കളെ കിട്ടൂലേ എന്ന് ചോദിക്കും. അത് ചോദിപ്പിക്കുന്നത് ആരാ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഹലാലായ ഭക്ഷണം കഴിക്കണമെന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ഉസ്താദിനെ കണ്ടാൽ എല്ലാ കാര്യങ്ങളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കണമെന്ന് പറയാം. സഹാബത്തിന് നബി തങ്ങൾ ദുആ എന്ന ചരിത്രം ധാരാളമുണ്ട്. സമയക്കുറവാണ്, സമയമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി ദുആ അല്ലാഹുമ്മ അല്ലിമുഹുൽ കിതാബ്, ഒരൊറ്റ ദുആ അല്ലാഹു റഈസുൽ മുഫസ്സിരീനാക്കി. മഹാനായ സഈദ് ബിൻ അബീ വഖാസ് തങ്ങൾക്ക് വേണ്ടി ദുആറുന്നു. അല്ലാഹു അദ്ദേഹത്തെ ദുആ സ്വീകരിക്കപ്പെടുന്ന ആളാക്കി. അല്ലാഹു അനസ് ബിൻ മാലിക്, അല്ലാഹുവിന്റെ ഹബീബ് അനസ് ബിൻ മാലിക് തങ്ങൾക്ക് വേണ്ടി ദുആറുന്നു. അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദാ, പടച്ചോനെ എന്റെ അനസിന് 10ാമത്തെ വയസ്സിൽ അനസിന്റെ ഉമ്മ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അനസ് തങ്ങളെ കൊണ്ടാക്കി കൊടുത്തു. മദീനയിൽ വന്നപ്പോഴാ 10 കൊല്ലമല്ലേ മദീനയിൽ റസൂലുള്ള ഉണ്ടായുള്ളൂ. ആ 10 കൊല്ലം അള്ളാന്റെ ഹബീബിനോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. റസൂൽ വഫാത്താകുമ്പോൾ അനസ് തങ്ങൾക്ക് വയസ്സ് 20. റസൂലുള്ള വഫാത്തായതിനു ശേഷം 83 വയസ്സ് ജീവിച്ചിരുന്നു. അഥവാ അനസ് ബിൻ മാലിക് തങ്ങൾ മരിക്കുമ്പോൾ പ്രായം എത്രയെന്നറിയോ? 103ാമത്തെ വയസ്സിലാണ് അനസ് ബിൻ മാലിക് തങ്ങൾ മരിക്കുന്നത്. ഏറ്റവും അവസാനം മരിച്ച സഹാബി ആരാ? മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 3ാം സ്ഥാനത്തുള്ളതാരാ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മരിക്കുമ്പോൾ മക്കളും പേരമക്കളും കൂടി എത്രയുണ്ടെന്നറിയോ? 100ലധികം മക്കളുണ്ടായിരുന്നെന്നാണ്. അനസ് ബിൻ മാലിക് തങ്ങൾക്ക് മക്കളായി പേരമക്കളായി എണ്ണിയെടുത്താലും 100 മക്കൾക്കധികമുണ്ടായിരുന്നത്രേ. 103ാമത്തെ വയസ്സ് വരെ ജീവിച്ചിരുന്ന 100 സന്താനങ്ങളെ കണ്ട് മരിച്ച അനസ് തങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹിന്റെ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു, പടച്ചോനെ എന്റെ അനസിന് നീ സമ്പത്തും സന്താനങ്ങളെയും പെരുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരു ദുആ നമുക്ക് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരുടെ ദുആയും കിട്ടണം. ദുആ വസിയത്ത് ചെയ്താൽ നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കണം. അത് ചെയ്യണം നമ്മൾ, അത് നമ്മൾക്ക് മനസ്സിരുന്നാൽ മതി. ഇനി മറ്റുള്ളവരുടെ ദുആയിൽ സ്ഥാനം കിട്ടാൻ എന്ത് വേണം? 1-2 അമലുകൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരുടെ ദുആ കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ശ്രദ്ധിച്ചു കേട്ടോളെ. ഞാൻ 3-4 അമലുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ചായയും കടിയൊക്കെ കുടിച്ചോളിയും, പക്ഷെ ശ്രദ്ധ ഇങ്ങോട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരുടെ ദുആയിൽ നമുക്ക് അവസരം കിട്ടാനുള്ള ചില ഇബാദത്തുകൾ മറക്കാതെ നിങ്ങളിത് നോട്ട് ചെയ്ത് കൃത്യമായി എനിക്കും നിങ്ങൾക്കും ഇത് അമല് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നകും ലൻ തസഉന്നാസ ബി അംവാലികും വലാകിൻ യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ജനങ്ങൾക്ക് സമ്പത്ത് കൊടുത്തു നിങ്ങൾക്ക് അവരെ വിശാലമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരിക്കലും ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിശാലമാക്കാൻ കഴിയില്ല. പറ്റുമോ സഹോദരങ്ങളെ?
ആരെങ്കിലും പണം തന്നാൽ, ആരെങ്കിലും പണം തരുകയാണ്, ചോറിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചോറിട്ട് തന്നു, നമ്മൾ എന്താ പറയാ? മതി മതി മതി, അൽഹംദുലില്ലാ, റാഹത്തായി, വയറ് നിറഞ്ഞു പറയും. ആരെങ്കിലും പറയോ പൈസ കൊടുക്കാൻ 10,000 കൊടുത്തു, മതി മതി മതി, ഇനി വേണ്ട? ആരെങ്കിലും പറയോ? പറയൂല. ഇനി നേരെ തിരിച്ച് നിങ്ങൾ നോക്ക്. വീട്ടിലൊരാൾ വന്നാൽ ചോറ് വിളമ്പി അല്പം കൂടെ കഴിക്കും എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. എന്നാൽ ഏതെങ്കിലും ഒരാൾ കുറച്ചുകൂടെ പൈസ ഇരിക്കട്ടെ, കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കോ? അതും കൊടുക്കില്ല. ഒരു മനുഷ്യനെ അവന്റെ വയറ്, അവന്റെ ഉള്ളു നിറയ്ക്കാൻ കഴിയാത്തത് ദുനിയാവിൽ ഒന്ന് മാത്രം. അതേതാ? പണം. എത്ര കൊടുത്താലും അവന് തികയേയില്ല, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവേയില്ല, അല്ലേ? അത് സമ്പത്ത് മാത്രമാണ്. നിങ്ങൾക്ക് ജനങ്ങളുടെ പള്ള നിറയ്ക്കാൻ, അവരെ വിശാലമാക്കി അവരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ കഴിയുന്നത് എന്തിനെന്നറിയോ? വലാകിന യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖി. നല്ല സ്വഭാവമുണ്ടെങ്കിൽ, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സമീപിച്ചാൽ, നിങ്ങൾ മരണപ്പെട്ടു പോയാലും അവര് നിങ്ങളുടെ മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, പണം കൊടുത്താൽ പണത്തിന്റെ ഉപയോഗം തീരുമ്പോഴങ്ങ് പോകും. പക്ഷേ നമ്മൾ നല്ല ഇടപെടലുകൾ നടത്തിയാൽ, നല്ല നിലയിൽ അവരെ സമീപിച്ചാൽ, അവരുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതാണ്, നമ്മളെ അവരെ മറക്കൂല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാകും, ഏത് സമയത്തും ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടുക, നല്ല പുഞ്ചിരിക്കുന്ന വദനത്തോടെ സമീപിക്കുക. എല്ലാവരോടും നല്ല നിലയിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു നമുക്ക് സമ്മാനിക്കുന്നത് എന്തെന്നറിയോ? മനസ്സിൽ നിന്ന് മാഞ്ഞു പോകൂല, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകൂല. പ്രിയപ്പെട്ട സഹോദരങ്ങനെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയില് പനവൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്, അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, 5 ദിവസം മുമ്പ് മരണപ്പെടുകയാ. 5 മാസക്കാലമാണ് അദ്ദേഹം അവസാന സമയത്ത് ജമാഅത്തിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്നത്. നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചു. ഒരു പള്ളി, കേന്ദ്ര പള്ളിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ച് പള്ളി, നമസ്കാര പള്ളി, മാറാല കേറിയിട്ട് അതിന് കാട്ടുവള്ളി മൂടിയിട്ട് അതിൽ നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളും പേരുമില്ലാതെ കിടന്നപ്പോൾ ആളുകളെ കണ്ടെത്തിയിട്ട് ആ പള്ളി വൃത്തിയാക്കുക മാത്രമല്ല, അദ്ദേഹം ആ പള്ളിയുടെ 4 ഭാഗത്ത് ഒരു 5 പാവങ്ങൾക്ക് താമസിക്കാൻ 25 സെന്റ് വസ്തു വാങ്ങുകയാണ്. എന്നിട്ട് 5 പാവപ്പെട്ടവന് വീട് വെച്ച് മഹല്ലിന്റെ പേരിൽ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനെന്നറിയോ? ആ മഹല്ലുകാര്, ആ 5 വീട്ടുകാര് പള്ളി സജീവമാകുമ്പോൾ, ആ 5 വീട്ടിലെയും ആളുകൾ പള്ളിയിൽ നിസ്കാരത്തിന് വരുമ്പോൾ ആ പള്ളി സജീവമാകുമല്ലോ എന്ന് കരുതിയിട്ട ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഒരു നാട് മുഴുവനും തേങ്ങിയ മരണമാണ്, ഒരു നാട് മുഴുവനും തേങ്ങിക്കരഞ്ഞ മരണമാണ്. എന്തിനാണ് തിരുവനന്തപുരം ജില്ല എന്ന തലസ്ഥാന നഗരിയിൽ നടന്ന ഒരു മരണത്തെ കേരളത്തിന്റെ ഇങ്ങേയറ്റമാകുന്ന കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറഞ്ഞതെന്നറിയോ? നമ്മൾ നന്മ ചെയ്താൽ, സുഹൃതം ചെയ്താൽ, നല്ല നാളേക്ക് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോകൂല. നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു പരമ്പര അല്ലാഹു തരും. അത് ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിലെ മുൻഗാമികളായ മഹത്തുക്കൾ ജീവിച്ചിരുന്നല്ലോ, അവരുടെ പേരിലല്ലേ നമ്മൾ ഇപ്പോഴും പലപ്പോഴും പല സദസ്സുകളും അവരുടെ നാമധേയത്തിലാണ് അറിയപ്പെടുക. കൊല്ലങ്ങളെ കഴിഞ്ഞിട്ട് ഈ മൗവൽ മഖാമിൽ അന്ത്യവിശ്രമങ്ങൾ എന്ന മഹാനുഭാവന്റെ പേരില് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിന്റെ പേരിലാണ്? ജീവിതത്തിൽ അവര് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ആ ഒരു പുഞ്ചിരിക്കുന്ന വദനമുണ്ട്. നമുക്കല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾക്ക് അത് സമ്മാനിക്കാൻ കഴിയോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ആളുകൾക്ക് പണം എറിഞ്ഞു കൊടുത്താൽ ആരും നോക്കൂല. ജനങ്ങളെ ഉപദ്രവിച്ചാലും മാത്രമേ ജനങ്ങൾ നമ്മുടെ നേരെ വരുള്ളൂ. നമുക്ക് നല്ല പ്രസന്നമായ മുഖം കൊടുത്ത് നമുക്ക് ആളെ കൂട്ടണം, അല്ലാതെ വിദ്വേഷവും വൈരാഗ്യവും സൃഷ്ടിച്ചുകൊണ്ടാകരുത്, ഒരിക്കലും ആകരുത്. വീടിന്റെ മുകളിലത്തെ നിലയിൽ വലിയൊരു ഫ്ലാറ്റിന്റെ മുകളിൽ അപകടത്തിൽപ്പെട്ടു പോയ ഒരു സഹോദരൻ
അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല, ആരെങ്കിലും ഒരു പരസഹായമില്ലാതെ രക്ഷപ്പെടുമില്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം എങ്ങനെയാണ് റോട്ടിലൂടെ പോകുന്ന ആളുകളെ ക്ഷണിക്കുക, ഒന്ന് വിവരം അറിയിക്കുക? അയാൾക്ക് നോക്കുമ്പോ അയാളുടെ കീശയിൽ കിടന്ന കുറച്ച് നാണയത്തുട്ടുകൾ ചില്ലറ അയാൾ ഓരോന്നെടുത്ത് താഴേക്ക് എറിഞ്ഞു. ആളുകൾ താഴെ വീടുന്ന പൈസ എടുത്തിട്ട് മുകളിലേക്ക് നോക്കുമല്ലോ, അപ്പോഴെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കാമെന്നാണ്. കീശയിൽ നിന്ന് കാശെടുത്ത് ഓരോ നാണയത്തൊട്ട് നിലത്തേക്ക് എറിഞ്ഞു. താഴെ പോകുന്ന ആളുകൾ മുഴുവനും എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവര് പോയി. ഒരുത്തനും കയറി മുകളിൽ വന്നില്ല. ഇനിയിപ്പോ എങ്ങനെ അവരെ മോളിൽ കയറ്റാം? ഇയാൾ നോക്കുമ്പോൾ കുറച്ച് ചരൽക്കല്ല് കിടക്കുകയാണ്. പോകുന്നവന്റെ തലയിൽ ഓരോ കല്ലിട്ട് കൊടുത്തു. ആരുടെ കല്ലെടുത്തെറിഞ്ഞെന്നും പറഞ്ഞ് എല്ലെണ്ണം മോളിൽ കയറി വന്നു. അങ്ങനെയാണ് അയാളെ രക്ഷപ്പെട്ടത്. ഇത് ഉള്ള കഥയായി പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുത്താൽ, പണം കൊടുത്താൽ, അവരത് വാങ്ങി ഉപയോഗം കഴിയുമ്പോൾ നമ്മളെ മറക്കും. അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയണ്ട. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഉപദ്രവം ഒരാളെ ഏൽപ്പിച്ചാൽ അവർ നമ്മളെ മറക്കൂല. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ല ഒരു പ്രസന്ന വദനം കാഴ്ചവെക്കണം. കഅബാലയത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച് ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി. അവൻ പറഞ്ഞു, എടാ നിങ്ങൾ അടിച്ചോ തല്ലിക്കോ കൊന്നോ എന്തോണോ ചെയ്തോ, പക്ഷെ എന്തിന് ഞാൻ മൂത്രമൊഴിച്ചു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിച്ചോ? എന്തിനാടാ കഅബ ഷരീഫിൽ മൂത്രമൊഴിച്ചത്? ഒന്നുകിൽ എനിക്ക് അറിയപ്പെടണം, അതിന് ഒന്നുകിൽ നല്ലത് ചെയ്യണം, അതെന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ആകെ ഉള്ളത് എന്താ? ഏറ്റവും വലിയൊരു തിന്മ ചെയ്യണം, എനിക്ക് അറിയപ്പെടണം. ഇന്ന് ചാനലുകളിലും അതുപോലെ തന്നെ സ്വന്തം ചാനലുകളിലൊക്കെ വന്നിരുന്ന ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന ചില കുബുദ്ധികളും ചില ആളുകളും അവരുടെ അവസ്ഥ ഇതാണ്. അറിയപ്പെടാനുള്ളൊരു മോഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരും മിണ്ടാതെ പോകുന്നത്. അവരൊന്നും പറയപ്പെടാൻ പറ്റാത്ത വസ്തുക്കളായതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവം ആളുകൾ കേൾപ്പിച്ചിട്ട്, നാട്ടിലെ ഏറ്റവും വലിയ റൗഡി ആരും മറക്കൂല, പക്ഷെ അത് ആരും ദ്വാരക്കുന്ന അവസ്ഥയല്ല. നന്മ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ മരിക്കണമെന്നാൽ ആളുകളുടെ ദുആയിൽ നമ്മൾ ഉണ്ടാകും. വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി മഹാനായ പ്രവാചകനെ പറയുകയാണ്, ഇന്നല്ലാഹ ല യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് പോയ മനുഷ്യൻ അല്ലാഹു തആല പ്രതിഫലത്തിന്റെ വലിയ ഒരു ഘോഷയാത്ര തന്നെ കൊടുക്കുകയാ. ആ സമയത്ത് അയാൾ ചോദിക്കുന്നു, യാ റബ്ബി അന്നാലി ഹാദിഹി, പടച്ചവനെ ഇതെവിടെന്നാണ്? എനിക്കിത് അർഹതയില്ലല്ലോ, ഇത് ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ കർമ്മത്തിന്റെ ഫലമല്ലല്ലോ, ഇതെവിടെന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്ക് പറയുമത്രേ, ബിസ്തിഗ്ഫാരി വലദികലക, നിന്റെ മകനെ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയതാണ് വാപ്പാ. ഉമ്മമാരോട് പിതാക്കന്മാരോട് പറയാണ്, പൊന്നുമക്കളെ മദ്രസയിലാക്കണേ. അധ്യയന വർഷം തുടങ്ങിയിട്ട് ആഴ്ച 2 പിന്നിടുകയാ. പൊന്നുമക്കളെ മദ്രസയിൽ പഠിപ്പിച്ചവർക്ക് വേണ്ട വിദ്യ കൊടുത്താൽ, ആത്മീയ വിദ്യ നിങ്ങൾ കൊടുത്താൽ, ആ മക്കൾ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളെ മറക്കാറ് ദുആരക്കും സംശയമില്ല. അതല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിലേക്ക് നിങ്ങളുടെ മക്കളെ തള്ളിവിട്ട് നിങ്ങളുടെ മക്കളെ പേരിനോടൊപ്പം അക്ഷര കൂട്ടങ്ങൾ അകമ്പടി സേവിക്കുന്ന ഏതാനും ചില ബിരുദ കൂട്ടങ്ങൾ മതിയെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് നിങ്ങൾ മരിച്ചാൽ ആ മക്കളെ ദുആരക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദുആ നമുക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ? 1, നല്ല സ്വഭാവത്തോടെ ജീവിക്കുക. 2, മക്കളെ ദീനീ ബോധം കൊടുത്ത് പഠിപ്പിക്കുക. ഇനി 3, ശ്രദ്ധിച്ചോ, 3 നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഇതാസ്. അല്ലാഹ് തുമ്മൽ ഇഷ്ടപ്പെടുകയാണ്. തുമ്മൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത് പിന്നെ കേരളത്തിൽ കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ ഒരേ ഭാഷ തന്നെ അല്ലേ സാർ? തുമ്മൽ എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി തുമ്മൽ എന്താണ്. ഈ തുമ്മല് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ പടച്ചവന് കോട്ടുവാ വെറുപ്പാണ്. കോട്ടുവാ മനസ്സിലായോ? ആവിയുള്ള ആവി ഇടുക എന്ന് പറഞ്ഞ കോട്ടുവാ ഇടുക. ലോകത്തെ ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതാണ്? കോവിഡ് ആണോ? അല്ല. കോവിഡ് സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക്, സാനിറ്ററൈസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ആരൊക്കെയോ പറഞ്ഞത്.
അങ്ങനെ അസുഖം ഉണ്ടായിരുന്നത് തന്നെ അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. ആ കോവിഡ് കപ്പ് അവിടെ പോയി. അപ്പോ ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്നറിയോ? കോട്ടുവ. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, അടുത്തിരിക്കുന്ന ഒരുത്തം കോട്ടുവ വിട്ടാൽ അതിനടുത്തിരിക്കുന്ന കൃത്യമായിട്ട് വിട്ടേക്കും. നിങ്ങൾ ഇനി മുതൽ അത് ശ്രദ്ധിച്ചോ. അത് അള്ളാഹുവിന് വെറുപ്പാണ്. അതുകൊണ്ട് ദുആരക്കുമ്പോൾ തുമ്മിയാൽ ഇജാബത്തിന്റെ അടയാളമാണത്. ദുആരക്കുമ്പോ അതിന് മൂക്കുപ്പിടി വലിച്ചുകൊണ്ട് ദുആരക്കരുത്, എങ്കിൽ കൃത്യമായിട്ട് തുമ്മിയിരിക്കും. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തുമ്മല് വന്നാൽ അത് ഇജാബത്തിന്റെ അടയാളമാണ്. കോട്ടുവ വന്നാൽ അത് പിശാച് കൂടിയതിന്റെ അടയാളമാണ്. അതുകൊണ്ട് നിങ്ങൾ കൈയുടെ പുറം ഭാഗം കൊണ്ട് വായ പൊത്തിപ്പിടിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തുമ്മുന്ന ഒരുത്തൻ അൽഹംദുലില്ല പറയണം. എന്തിനാണ്? മറ്റുള്ളവന്റെ ദുആ കിട്ടാൻ വേണ്ടി. അടുത്തിരിക്കുന്നവൻ ഉടനെ പറയും യർഹമുക്കല്ലാഹ്, ഒരു ദുആ കിട്ടി. അതെന്തിനാണ് അവന് യർഹമുക്കല്ലാഹ് പറയേണ്ടത്? അവന് ദുആ കിട്ടാൻ വേണ്ടിയാണ്. ഏത് ദുആ? തുമ്മിയവന് മറുപടി വീണ്ടും കൊടുക്കുന്നു, വയഹ്ദീകുമുല്ലാഹ്. അപ്പൊ തുമ്മി അൽഹംദുലില്ലാ പറയുമ്പോ ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അൽഹംദുലില്ലാ ഒരുത്തൻ പറയണം. എന്തിനു പറയണം? അവൻ പതുക്കെ പറഞ്ഞാ പോരാ, ഉറക്കെ പറയണം. എന്തിന്? അടുത്തിരിക്കുന്നവന്റെ ദുആ കിട്ടാൻ. അപ്പൊ അവൻ ദുആരക്കും ഇർഹമുക്കല്ലാഹ്, നിനക്ക് അല്ലാഹ് കരുണയൊരിയട്ടെ. എന്തിനവൻ ഉറക്കെ പറയണം? പതുക്കെ പറഞ്ഞാ പോരെ? പാവപ്പെട്ട തുമ്മിയവനുള്ള ദുആയല്ലേ, അത് പതുക്കെ പറഞ്ഞാൽ അല്ലാഹ് കേൾക്കൂലേ? പോരാ, അവൻ കേൾക്കണം. എന്തിന്? നിനക്ക് അവന്റെ ദുആ കിട്ടാൻ. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അവൻ നിനക്ക് തിരിച്ചു ദുആരക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ഏതൊരവസരത്തിൽ ആരിൽ നിന്ന് കിട്ടിയാലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ വേറൊരു കാര്യം, ഈമാൻ അചഞ്ചലമായ ഈമാനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓതിയ ആയത്തുണ്ടല്ലോ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. വിശ്വാസികളുടെ ദുആയാണത്രേ. അവരെ ദുആരക്കും റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ആരാ ദുആരക്കുന്ന? ലോകം അവസാനിക്കുന്നത് വരെയുള്ള വിശ്വാസികൾ. എത്ര മഹാന്മാരുണ്ട്, എത്ര ഔലിയാക്കളുണ്ട്, എത്ര ആരിഫീങ്ങളുണ്ട്. അവർ ദ്വാരക്കുന്നത് എന്താണ്? അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായ ഞങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ അവരുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തും. സ്വാലിഹീങ്ങളാകണം. മറ്റൊന്ന് സ്വാലിഹീങ്ങളാകണം. ഒരു മഹാനടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആരക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ സ്വാലിഹീങ്ങൾക്ക് എല്ലാ ദിവസവും ദുആരക്കുന്നുണ്ട്, നീ സ്വാലിഹാകാൻ ശ്രമിക്കെങ്കിൽ ആ ദുആ നിനക്കും കിട്ടും. എനിക്ക് ദുആരക്കണേന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാ, ഞാൻ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നുണ്ട്, നീ സ്വാലിഹാകാൻ ശ്രമിക്ക്, അപ്പൊ എന്റെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ, ലാലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഒരിക്കലും അവന്റെ മറ്റുള്ളവരുടെ ദുആ കിട്ടൂല. സാലിഹീങ്ങൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സാലിഹീങ്ങൾക്ക് മാത്രമാണ് ദുആ കിട്ടുക, ലാലിമീങ്ങൾക്ക് കിട്ടൂല. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല 10ഓളം കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുകയാ. ആ സമയത്ത് ഇബ്രാഹിം നബി അതിലെല്ലാം വിജയിച്ചു. വഇദ്ബിതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ.
ഇബ്രാഹിം നബിയെ പല പരീക്ഷണങ്ങളും കൊടുത്തപ്പോൾ അതിലൊക്കെ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയശ്രീ ലാളിതനായ അള്ളാഹു കൊടുത്ത സമ്മാനം ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഇതാ നിങ്ങളെ ഇമാമാക്കിയിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വതന്ത്രപക്ഷവാദിയല്ല. ഇബ്രാഹിം നബി ദ്വാരം പടച്ചവനെ വാ ഖാലവമിന ദുദ്ദിയതി, എനിക്ക് മാത്രം പോലെ പരമ്പരകൾക്ക് കൂടി വേണം. അല്ലാഹ് പറഞ്ഞു ഖാല ലാ യനാലു അഹദിൽ ളാലിമീ, നിങ്ങളുടെ ഈ ദുആയില് ളാലിമീങ്ങൾ പെടൂല. അല്ലാത്തവർക്കൊക്കെ അധികാരം കൊടുക്കാം, ഇമാമത്ത് കൊടുക്കാം. ളാലിമീങ്ങൾക്ക് നിങ്ങളുടെ ദുആ കിട്ടൂല നബിയേ, നിങ്ങളുടെ പരമ്പരകളിൽ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. ളാലിമീങ്ങൾക്ക് ആ ദുആ കിട്ടൂല. അക്രമികളാകാൻ പാടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.